അങ്ങെപ്പോലെൻ ദൈവമേ ആരുള്ളിലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നെൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. സുഭാഷിതം. യെഹെസ്കേൽ പ്രവചനം 31 അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ വായിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അത് വളർന്നു പൊങ്ങി തുഞ്ച മേഘങ്ങളോളം നീട്ടി. അതിന്റെ ഹൃദയം തന്റെ വളർച്ചയെങ്കിൽ ഗർഭിച്ചു പോയതുകൊണ്ട് ഞാൻ അതിനെ ജാതികളിൽ ബലവാനായവന്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ അതിനോട് ഇടപെടും. അതിന്റെ ദുഷ്ടത നിമിത്തം ഞാൻ അതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. Therefore this is what the sovereign Lord says, because the great cedar towered over the thick foliage, and because it was proud of its height, I gave it into the hands of the ruler of the nations, for him to deal with according to its wickedness. എത്ര മാന്യവും മഹത്വവുമുള്ള വ്യക്തിയായാലും രാഷ്ട്രമായാലും അത് അഹങ്കാരത്താൽ മലിനമായാൽ വീഴ്ച ഭവിക്കുമെന്നും നാശത്തിലേക്ക് പോകുമെന്നുള്ള സന്ദേശം നൽകുന്നു. 31 അധ്യായത്തിൽ മിസ്രൈമിനെതിരായ ന്യായവിധിയുടെ സന്ദേശം അസീറിയൻ സാമ്രാജ്യത്തെ ദൃഷ്ടാന്തമാക്കി ഒരു വലിയ ദേവദാരു വൃക്ഷമായി ചിത്രീകരിച്ചു. ദേവദാരു ശക്തിയുടെയും ദീർഘായുസിന്റെയും പ്രതീകങ്ങളായിരുന്നു. അസീറിയ ലോകശക്തിയായി ഒരു ദേവദാരുവിനെ പോലെ നിലകൊണ്ടിരുന്നു. അതിൽ അവർ അഭിമാനം കൊണ്ടു. അതിമനോഹരമായ ശിഖരങ്ങളോടുകൂടിയ ഉയരമുള്ള മഹത്തായ വൃക്ഷമായിരുന്നു അത്. കാരണം ദൈവം അവയ്ക്ക് സകല പരിപാലനവും നൽകി അവയെ വളർത്തി. അത് വളർന്നു പൊങ്ങി മേഘങ്ങളോളം എത്തിയപ്പോൾ വളർത്തിയ ദൈവത്തെ അവർ മറന്നു കളഞ്ഞ് ഹൃദയം ഗർവിച്ചു പോയി. മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാനുള്ള അവസരങ്ങൾ ധാരാളം നൽകി. അതനുസരിക്കാത്തത് കൊണ്ട് അവർക്ക് ന്യായവിധി ഉണ്ടായി. അതേ അവസ്ഥയാണ് മിസ്രൈമിനും ഫറവോനും സംഭവിക്കാൻ പോകുന്നതെന്ന് ഈ ഉദാഹരണത്തിൽ കൂടെ വെളിപ്പെടുത്തി കൊടുക്കുകയാകുന്നു. ഹൃദയത്തിൽ അഹങ്കരിക്കുന്ന ഏത് വ്യക്തിയുടെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും. നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം എന്ന് ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞിരിക്കുന്നു. സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് വാസ് പ്രൈഡ് ദാറ്റ് ചേഞ്ച്ഡ് ഏഞ്ചൽസ് ഇൻടു ഡെവിൾസ്. ഇറ്റ് ഈസ് ഹ്യൂമിലിറ്റി ദാറ്റ് മേക്സ് മെൻ ആസ് ഏഞ്ചൽസ്. മാലാഖമാരെ പിശാചാക്കി മാറ്റുന്നത് അഹങ്കാരമാകുന്നു. വിനയമാണ് മനുഷ്യരെ മാലാഖമാരാക്കുന്നതും. എത്ര അർത്ഥവത്തായ വാക്കുകളാകുന്നു ഇത്. സദൃശവാക്യങ്ങൾ 29:23 പറയുന്നു, മനുഷ്യന്റെ ഗർവം അവനെ താഴ്ത്തിക്കളയും, മനോവിനയമുള്ളവനോ മാനം പ്രാപിക്കും. അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു, താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. യാക്കോബ് പറയുന്നത്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യരുടെ നിഗളിച്ച കണ്ണ് താഴും, പുരുഷന്മാരുടെ ഉന്നത ഭാവം കുനിയും. സൈന്യങ്ങളുടെ യഹോവയുടെ നാൾ ഗർവവും ഉന്നത ഭാവവുമുള്ള എല്ലാറ്റിന്മേലും നിഗളമുള്ള എല്ലാറ്റിന്മേലും വരും. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാവുന്ന നിഗളഭാവം മാറ്റി പത്രോസ് പറഞ്ഞിരിക്കുന്നത് പോലെ എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ആകയാൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, എക്കാലത്ത് നിഗളികൾക്ക് ന്യായവിധിയും അധഃപതനവും ഉണ്ടായതായി ഞങ്ങൾ മനസ്സിലാക്കി. മഹാസാമ്രാജ്യങ്ങളായിരുന്ന അസീറിയയും മിസ്രൈമും ബാബിലോണുമൊക്കെ നശിക്കുവാനുള്ള കാരണം അവരുടെ ഗർവവും ഉന്നത ഭാവവുമായിരുന്നല്ലോ. അവിടുന്ന് നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങളുടെ ഹൃദയത്തിലെ ഗർവം മാറ്റി താഴ്മയും വിനയമുള്ളവരായി ജീവിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. എന്നെ മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നേ, നിൻ വചനത്താൽ എന്നെ കഴുകണമേ. നിന്റെ ഹിതം പോലെന്നെ നടത്തേണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. എന്നെ മുറ്റുമായി ഞാൻ
പരിശുദ്ധാത്മാവിനാൽ എന്നെ